ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴും നല്ലൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതുപോലെ കുറച്ച് കടലയും ഒരു 2 തക്കാളിയും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് അരച്ചുണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അധികം ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ ഈ ഒരു ഐറ്റം. പക്ഷെ ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പിലും താഴെയായിട്ട് കടല എടുത്ത് ഇതുപോലെ ഒരു 6 മണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുതിർത്തെടുത്തപ്പോൾ അര കപ്പിലും കൂടുതലുണ്ട്. അപ്പോൾ കുതിരുന്നതിന് മുന്നേ ഉള്ള കണക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, അരക്കപ്പിലും താഴെയാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് നമ്മുടെ ഈ കുതിർത്തെടുത്ത കടല അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് വേവാനും പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്കിപ്പോൾ ഉപ്പൊന്നും ചേർക്കണ്ട. ഇതുപോലെ കുക്കർ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 4-5 വിസിൽ കേൾക്കുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിക്കാൻ വെച്ച ഐറ്റം എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കടലയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടണം. ഇതുപോലെ ഇങ്ങനെ അമർത്തി നോക്കുമ്പോഴേക്കും നല്ലപോലെ ഇങ്ങനെ അമിങ്ങി വരണം. ആ ഒരു സ്റ്റേജ് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ വെള്ളം ഒന്നും കളയരുത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉഴുന്നാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഈ ഉഴുന്നിൻ്റെ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറി വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ ഉഴുന്നൊക്കെ ആ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തുന്നത് വരെയും വഴറ്റിയെടുക്കണേ. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമൊക്കെ എത്തുമ്പോഴേക്കേ ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു കുഞ്ഞി സവാളയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മാത്രം ചേർത്താൽ മതി. അത്യാവശ്യം വലുതായിട്ടൊക്കെ തന്നെയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു 2 പച്ചമുളക് പിന്നെ ഒരു 2 തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതിയാവും. തക്കാളി 2 തന്നെ ഒന്ന് എടുത്തേക്കണേ. നല്ല പഴുത്ത് നോക്കി 2 എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. നിങ്ങൾക്കിത് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കാം. അല്ലാതെ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ചിട്ട് വഴറ്റിയെടുക്കാം. ജസ്റ്റ് എല്ലാം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എളുപ്പ വഴി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ആയി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു സംഭവം ചേർക്കാൻ മറന്നുപോയായിരുന്നു, കറിവേപ്പില. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്നും കൂടെ മിക്സാക്കി ഞാൻ വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. കാര്യം ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ അല്ല ഉടഞ്ഞു വരുന്ന ഒരു പാകം വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമ്മളിവിടെ വേവിച്ച് വെച്ചേക്കുന്ന കടലയുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചേർക്കുമ്പോഴേക്കും ആ വെള്ളത്തോട് കൂടി തന്നെ അങ്ങ് ചേർത്താൽ മതിയാവേ. ഇനി നമുക്ക് ഇത് ഒന്ന് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. അതിന് മുന്നേ ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് മിക്സാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരണം. അതുവരെയും ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്ക് നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫാക്കാം. ഇതിനെ ഒന്ന് തണുത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ല. കാര്യം വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നോക്കി ഇതുപോലെ കളയാതെ നോക്കിയിട്ട് വേണം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഞാൻ വെപ്രാളത്തിൽ ചേർത്തപ്പോഴത്തേന് കുറേയൊക്കെ തറയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചൂട് ഇപ്പോഴും ഉണ്ട്.
അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം, നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ആ വെള്ളത്തോട് കൂടി തന്നെ ചേർത്തേക്കുന്നതുകൊണ്ട് ഞാനിപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. അതെ, ഇനി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അതെ, ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുഞ്ഞ് താളിപ്പും കൂടെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഓയിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ഓയിൽ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വറ്റൽ മുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയ്ക്കകത്ത് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ പൊട്ടലും ചിറ്റലും ഒക്കെ. ഇനി നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ ചട്നി, അതായത് നമ്മുടെ കടല ചട്നി, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കടല ആയതുകൊണ്ട് തന്നെ നല്ല തിക്കാവും. അതുകൊണ്ട് കുറച്ചധികം വെള്ളവും കൂടെ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എനിക്കൊരു അല്പം ഉപ്പിൻ്റെ ആവശ്യം കൂടെ തോന്നിയിട്ട് ഞാൻ ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. വീണ്ടും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്നങ്ങ് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് എടുക്കാം. നല്ല അടിപൊളി ഒരു ചട്നിയാണ് കേട്ടോ. അധികം ആരും ഇങ്ങനൊരു ചട്നി ചെയ്ത് നോക്കിയിട്ടില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ ഒരു ചട്നിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ നല്ല ഹെൽത്തി ആണല്ലോ. കടലയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് വരെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അറിയാതെ കുട്ടികൾ കഴിച്ചു കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു തിള വന്നാൽ മതി. അങ്ങനെ നമുക്കിത് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.